ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ വൈദികർ സഭയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കുമെന്ന് സിറോ മലബാർ സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നും അന്ത്യശാസനം. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. എന്ത് നിലപാടിലാണ് സഭയും വൈദികരും ഒക്കെ ഇപ്പോഴുള്ളത്? വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് പ്രദീപ്? സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2021 മുതൽ ഏകീകൃത കുർബാന അർപ്പണം നടത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ പലതവണ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മാറുന്ന സാഹചര്യമുണ്ടായി, അഡ്മിനിസ്ട്രേറ്റർമാർ മാറുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടൊന്നും സിനഡ് തീരുമാനിച്ച തരത്തിൽ ഏകീകൃത കുർബാന അർപ്പണം പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലടക്കം വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്നുള്ള അന്തിമ നിർദ്ദേശം അനുസരിച്ചാണ് ജൂലൈ മാസം 3-ാം തീയതി, അതായത് സെന്റ് തോമസ് ദിനം മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് നിർദ്ദേശിച്ച തരത്തിലുള്ള ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുള്ള അന്തിമ സർക്കുലർ നൽകിയിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പിച്ചില്ല എങ്കിൽ അർപ്പിക്കാത്ത വൈദികർ സഭയിൽ നിന്ന് പുറത്തുപോയത് കണക്കാക്കും എന്നാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പും ഒപ്പം അതിരൂപത അഡ്മിനിസ്ട്രേറ്റും പറയുന്നത്. കൂടാതെ ഇവരെ മറ്റ് കാർമ്മികപരമായ എല്ലാ കൂദാശകളും നടത്തുന്നതിൽ നിന്ന് പൂർണ്ണമായും വിലക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന വൈദികർ അർപ്പിക്കുന്ന കർമ്മങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കരുത് എന്നും സിറോ മലബാർ സഭ നിർദ്ദേശിക്കുന്നു. കൂടാതെ ഈ വൈദികർ കാർമ്മികരായി നടത്തുന്ന വിവാഹങ്ങൾക്ക് സഭയുടെ അംഗീകാരം ഉണ്ടാവില്ല എന്നത് ഉൾപ്പെടെ കർശനമായ നടപടികളാണ് സഭാ നേതൃത്വം നിർദ്ദേശിക്കുന്നത്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപാണ് പുറത്തിറങ്ങിയത്. ഇതേക്കുറിച്ച് ഏകീകൃത കുർബാനയർപ്പണത്തെ എതിർക്കുന്ന വൈദികരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായിരുന്നാലും ഇനി പിന്നോട്ടില്ല എന്നുള്ള സന്ദേശമാണ് സഭാ നേതൃത്വം നൽകിയിരിക്കുന്നത്. കാരണം ഒരു തീരുമാനമെടുത്ത് 3 വർഷമായിട്ടും അത് നടപ്പാക്കാൻ കഴിയാത്തതിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് തീരുമാനം നടപ്പാക്കാൻ കഴിയാത്തത് എന്നുള്ള ചോദ്യം വത്തിക്കാനിൽ നിന്ന് ഉൾപ്പെടെ ഉയരുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് വേണ്ടി വന്നാൽ പുറത്താക്കുമെന്നുള്ള അന്ത്യശാസനവുമായി സിറോ മലബാർ സഭ രംഗത്തെത്തിയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഇനിയും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ കഴിയാത്തത്.